എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റെഡ് ബി കേക്ക് ആണ്. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു ബൗളിൽ 1 കപ്പ് മൈദ എടുക്കാം. ഈ കപ്പ് 250 ml കപ്പാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് 3 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് അരിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇതേപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി ഇത് മാറ്റി വെക്കാം. ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി 3 മുട്ടയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വൈറ്റ് പോർഷനും യെല്ലോ പോർഷനും സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. ഈ 3 മുട്ടയും റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. ഇനി ഇതിൻ്റെ വൈറ്റ് പാർട്ട് നമുക്ക് ആദ്യം തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കുറച്ച് ബീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ മുട്ടയുടെ റോസ് സ്മെല്ല് മാറാൻ വേണ്ടി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്ത് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ മൊത്തത്തിൽ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഷുഗർ പൗഡർ ആണ്. ഇതിൽ നിന്ന് 6 ടേബിൾ സ്പൂൺ ഷുഗർ പൗഡർ വേറെ പാത്രത്തിലേക്ക് മാറ്റി ബാക്കിയുള്ള ഷുഗർ പൗഡർ ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുന്ന പാത്രത്തിൽ ഒരു തരി പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ മുട്ട ഫ്ലഫി ആയിട്ട് വരില്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ എഗ്ഗ് ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഈ കേക്കിന് വേണ്ടി നമുക്ക് 3 തരത്തിലുള്ള സ്പോഞ്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് വാനില സ്പോഞ്ചാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നേരത്തെ എഗ്ഗിൻ്റെ യെല്ലോ പോർഷനൊക്കെ മാറ്റി വെച്ചായിരുന്നല്ലോ, അതിൽ നിന്ന് ഒരു യെല്ലോ പോർഷൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും 1 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാലും 3/4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ പൗഡർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഷുഗർ പൗഡർ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമേ തന്നെ റെഡിയാക്കി വെച്ചാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ 1.5 ടേബിൾ സ്പൂൺ പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചായിരുന്ന എഗ്ഗിൻ്റെ വൈറ്റ് പോർഷനിൽ നിന്ന് 1/3 പോർഷൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വാനില സ്പോഞ്ചിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് സ്റ്റൗവിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിലായാലും ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി 6 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചായിരുന്ന ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലത്തെ എയർ ബബിൾസ് ഒക്കെ കളയാൻ വേണ്ടി ഇതേപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഞങ്ങളിത് സ്റ്റൗവിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ. ഇനി നിങ്ങൾ ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വെച്ച് ബേക്ക് ചെയ്തെടുത്താലും മതി. ഇനി റെഡ് വെൽവെറ്റ് സ്പോഞ്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഒരു എഗ്ഗിൻ്റെ യെല്ലോ പോർഷൻ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ വാനില എസൻസും 3/4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 3-4 ഡ്രോപ്പ് റെഡ് കളറും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി മിക്സായി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ പൗഡർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമേ തന്നെ റെഡിയാക്കി വെച്ചായിരുന്ന ആ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ എടുത്ത് ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചായിരുന്ന എഗ്ഗിൻ്റെ വൈറ്റ് പാർട്ടിൽ നിന്ന് 1/2 പോർഷൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാറ്റർ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം.
ഇനി ചോക്ലേറ്റ് സ്പോഞ്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ബാക്കി വന്നിട്ടുള്ള എഗ്ഗിൻ്റെ യെല്ലോ പോർഷൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും 3/4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള ഷുഗർ പൗഡർ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എഗ്ഗിൻ്റെ വൈറ്റ് പാർട്ട് ബീറ്റ് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ 3 സ്പോഞ്ചും റെഡി ആയിട്ടുണ്ട്. ഈ 3 സ്പോഞ്ചും നല്ല സോഫ്റ്റ് ആണ്. ഇനി നമുക്ക് ഈ 3 സ്പോഞ്ചിന്റെ മുകളിലേക്കും ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കണം. ഈ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത് 1/4 കപ്പ് ഷുഗർ 1/2 കപ്പ് വെള്ളത്തിൽ നന്നായി തിളപ്പിച്ചെടുത്തിട്ടാണ്. ഒരു ബൗളിൽ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ ആഡ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ക്രീം നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഒരു കേക്ക് ബേസ് വെച്ച് അതിൽ ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീം കുറച്ച് വെച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ വാനില സ്പോഞ്ച് മോൾ ഭാഗം താഴെ വരുന്ന പോലെ വെച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ബീറ്റ് ചെയ്ത് വെച്ചായിരുന്ന വിപ്പിംഗ് ക്രീം തേച്ചു കൊടുക്കാം. ഈ ഒരു ടേസ്റ്റിനായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇതിൻ്റെ മുകളിൽ കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ റെഡ് വെൽവെറ്റ് സ്പോഞ്ച് ഇതിന് മുകളിൽ വെച്ച് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒരു കോട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ 3 ലെയർ നമുക്ക് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ 3 ലെയറും വെച്ച് കഴിഞ്ഞു. ഇനി കേക്കിൻ്റെ മുകളിലും സൈഡിലും നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ച് ഒരു ലെയർ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത ക്രീം ലെവലാക്കി എടുക്കാം. ഇനി ഇത് സെറ്റ് ആവാൻ വേണ്ടി ഒരു 1/2 മണിക്കൂർ നേരം ഫ്രീസറിൽ വെച്ച് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഫ്രീസറിൽ നിന്ന് ഈ കേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ സെക്കൻഡ് ലെയർ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ കേക്കിൻ്റെ സൈഡിൽ ഇതേപോലെ ഒരു സ്ക്രേപ്പർ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇനി 2 മണിക്കൂർ ഈ കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് കേക്കിന് വേണ്ടിയുള്ള ഗനാഷ് റെഡിയാക്കി എടുക്കാം. ഇനി കേക്കിന് വേണ്ടിയുള്ള ഗനാഷ് റെഡിയാക്കാൻ വേണ്ടി 200 ml വിപ്പിംഗ് ക്രീം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 200 ഗ്രാം വൈറ്റ് കോമ്പൗണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കോമ്പൗണ്ട് മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചൂടിൽ തന്നെ ബട്ടർ ഉരുകിക്കോളും. ഇനി ഇതിലേക്ക് റെഡ് കളറിന് വേണ്ടി 3 ഡ്രോപ്പ് റെഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് സൂപ്പർ റെഡ് കളറിന്റെ ജെൽ കളറാണ്. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ കേക്ക് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തതാണ്. ഇനി ഇതിന് മുകളിലേക്ക് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം.
അതിനുവേണ്ടി ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതേപോലെ ഒരു പാത്രം ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചൂടാറിയതിന് ശേഷം ഗനാഷ് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി കുറേശ്ശെയായിട്ട് കേക്കിൻ്റെ മുകളിൽ കൂടെ ഇത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കേക്കിൽ ഗനാഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഗനാഷിലേക്ക് ഒരു ഡ്രോപ്പ് റെഡ് കളറും കൂടി ചേർത്ത് കൊടുത്ത് ഇതേപോലെ പതുക്കെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു ഡിസൈനിന് വേണ്ടി കേക്കിൻ്റെ മുകളിൽ കൂടെ ആദ്യം നമുക്ക് ഈ ഗനാഷ് ഒരു സ്പൂൺ വെച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പതുക്കെ ഈ ഗ്ലാസ് വെച്ച് തന്നെ ഈ കേക്കിൽ മുഴുവനും ഇതേപോലെ ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കിയ പോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് വെച്ച് കുറച്ച് ഗനാഷ് റെഡിയാക്കി എടുക്കണം. എന്നിട്ടൊരു സ്പൂൺ ഉപയോഗിച്ച് ഈ കേക്കിൻ്റെ സൈഡിൽ ഇതേപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു ഡെക്കറേഷന് വേണ്ടി ചെയ്യുന്നതാണ്. ഇനി കൈ വെച്ച് പതുക്കെ ഒരു ഡിസൈൻ ആക്കി കൊടുക്കാം. ഇത് ഇപ്പോൾ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് വെച്ച് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇതേപോലെ കേക്കിൻ്റെ താഴെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഒരു പൈപ്പിംഗ് ബാഗിൽ ഒരു നോസിലിട്ടിട്ട് ആ പൈപ്പിംഗ് ബാഗിൻ്റെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് റെഡ് കളർ ചേർത്ത് കൊടുത്തിട്ട് ബാക്കി വന്നിട്ടുള്ള വിപ്പിംഗ് ക്രീം അതിലേക്ക് ഇട്ട് കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതേപോലെ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ റെഡ് കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.